തുറന്നിരിക്കുന്ന മീറ്റർ ബോക്സ്, ഫ്യൂസിലേക്ക് വരുന്ന സർവീസ് വയറിൽ ഒരു ഇൻസുലേഷൻ പോലുമില്ല. MCB സ്ഥാപിച്ചിരിക്കുന്ന ബോക്സുകൾ അടയ്ക്കാൻ കഴിയില്ല. ഇത് പെരുമ്പാവൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാഴ്ചകളാണ്. 600-ലേറെ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ തുറന്ന ഇലക്ട്രിക് സംവിധാനത്തിന് സമീപത്തു കൂടിയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് വേലി കെട്ടി തിരിക്കുക പോലും ചെയ്തിട്ടില്ല. ഉപയോഗിക്കാത്ത പഴയ കെട്ടിടമായതിനാൽ ഇങ്ങോട്ട് ആരും വരാറില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. തകർന്ന വൈദ്യുതി സംവിധാനം മാറ്റി സ്ഥാപിക്കാൻ KSEBയ്ക്കും നഗരസഭയ്ക്കും പ്രധാന അധ്യാപിക അപേക്ഷ നൽകിയിരുന്നു. KSEB മീറ്റർ ബോക്സ് അടക്കം തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എന്നാൽ ഇലക്ട്രിക്കൽ സംവിധാനം മാറ്റാൻ നടപടിയെടുക്കേണ്ടത് പെരുമ്പാവൂർ നഗരസഭയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ടും ഇതിൽ നടപടി ഉണ്ടായിട്ടില്ല. പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നാണ് നഗരസഭയുടെ വിശദീകരണം. ആദ്യത്തെ ടെൻഡറുകളിൽ അത് എടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് തന്നെ അത് പൊളിച്ച് നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ ബിൽഡിംഗ് നമുക്ക് പൊളിച്ച് നീക്കി അവിടെ പുതിയ ബിൽഡിങ്ങുകൾ പണിയാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മതിയായ സുരക്ഷയില്ലാത്ത ഇലക്ട്രിക്കൽ സംവിധാനം മാറ്റി സ്ഥാപിക്കാൻ കെട്ടിടം പൊളിക്കുന്നതുവരെ കാത്തിരിക്കണമോ എന്നാണ് ചോദ്യം. അധികൃതരുടെ അനാസ്ഥയിൽ ഒരു കുരുന്നു ജീവൻ നഷ്ടമായ പശ്ചാത്തലത്തിൽ ഇനിയെല്ലാം ഉടൻ ശരിയാക്കാമെന്നാണ് നഗരസഭയുടെ വാഗ്ദാനം. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലേത് ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ പല സർക്കാർ സ്കൂളുകളിലെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. പെരുമ്പാവൂരിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.